ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന മെയ് 21 തീയതി നമ്മുടെ ലാലേട്ടന്റെ 65ാമത് ജന്മദിനം വരികയാണ്. ബർത്ത്ഡേ സ്പെഷ്യലായി ലാലേട്ടന്റെ കുറച്ചധികം സിനിമകളുടെ അനൗൺസ്മെന്റ് പുറത്തു വരുമെന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ആ സിനിമകൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ ഒരു കോമഡി ഫാമിലി മൂവി സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ ജയ 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 ഹേ വാഴ പോലുള്ള കോമഡി ചിത്രങ്ങൾ ഒരുക്കിയ വിപിൻ ദാസ് ആണ് ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കുക. മെയ് 21 തീയതി ഈ ചിത്രത്തിന്റെ പ്രഖ്യാപനമുണ്ടാകും. പൃഥ്വിരാജ് വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്യുന്ന ഈ സിനിമ നിർമ്മിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ്. രണ്ട്, ലാലേട്ടൻ അമൽ നീരദ് ചിത്രം. കുറച്ചു നാളായി സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ഒരു റൂമറാണ് ലാലേട്ടനെ നായകനാക്കി അമൽ നീരദ് ഒരു ആക്ഷൻ സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നത്. എന്നാൽ ഇനി മുതൽ അത് വെറും ഒരു റൂമറായി കാണണ്ട. ഈ ഒരു പ്രോജക്ടിന്റെ പ്രഖ്യാപനം ഈ വരുന്ന മെയ് 21 പുറത്തു വരുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ലാലേട്ടനൊപ്പം മോളിവുഡിലെ തന്നെ മറ്റൊരു സൂപ്പർ സ്റ്റാർ കൂടി ഈ സിനിമയുടെ ഭാഗമാകുന്നുണ്ടെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. മൂന്ന്, ലാലേട്ടൻ ജിത്തു മാധവൻ പ്രോജക്ട്. ഈ സിനിമ ഓൾറെഡി ലാലേട്ടന്റെ ലൈനപ്പിൽ ഉള്ളതാണ്. ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ് ഈ സിനിമ നിർമ്മിക്കാനായിട്ടിരുന്നത്. എന്നാൽ ഈ പ്രോജക്ട് ഡ്രോപ്പ് ആയതായും ചില വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ ജിത്തു മാധവൻ പ്രോജക്ട് നടക്കുമെങ്കിൽ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് മെയ് 21 പുറത്തു വരാൻ സാധ്യതയുണ്ട്. ദുൽഖർ സൽമാനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഐ ആം ഗെയിം. ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ്, മിഷ്കിൻ, കതിർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഐ ആം ഗെയിമിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരു കാമിയോ വേഷത്തിൽ എത്തുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഐ ആം ഗെയിമിന്റെ ചിത്രീകരണം നിലവിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു വരികയാണ്. ഈ മാസം പകുതിയോടുകൂടി ദുൽഖർ ഐ ആം ഗെയിമിന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്യും. തഗ് ലൈഫ് എന്ന സിനിമയ്ക്ക് ശേഷം ഉലകനായകൻ കമലഹാസനെ നായകനാക്കി സ്റ്റണ്ട് മാസ്റ്റേഴ്സ് ആയ അൻപരിവ് ഒരു സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. മലയാളി താരൻ ഫഹദ് ഫാസിലും ഈ ചിത്രത്തിൽ ഉണ്ടാവുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസിന് വേണ്ടി സുഭാസ്കരനാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഈ കമലഹാസൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തുവരും. മാർക്കോ എന്ന ബ്രഹ്മാണ്ഡ സിനിമയുടെ വിജയത്തിന് ശേഷം വീണ്ടും ഒരു പാൻ ഇന്ത്യൻ സിനിമ ഉണ്ണി മുകുന്ദന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നു. ടർബോ എന്ന ചിത്രത്തിന് ശേഷം മിഥുൻ മാനുവൽ തിരക്കഥയൊരുക്കുന്ന ഈ സിനിമ നിർമ്മിക്കുന്നത് ഗോകുലം മൂവീസിന് വേണ്ടി ശ്രീ ഗോകുലം ഗോപാലനാണ്. താൻ ഏറെക്കാലമായി യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന പ്രോജക്റ്റ് ആണ് ഇതെന്നും ഉണ്ണി മുകുന്ദൻ കൂടി ചിത്രത്തിലേക്ക് വന്നതിനാലാണ് ഇത് യാഥാർത്ഥ്യമാകുന്നതുമെന്നുമാണ് മിഥുൻ മാനുവൽ ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിന് സംവിധായകൻ ആരെന്നുള്ള കാര്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയ്ക്ക് ശേഷം അഖിൽ സത്യൻ ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ഫാന്റസി കോമഡി പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ നിവിൻ പോളിയാണ് നായകവേഷം കൈകാര്യം ചെയ്യുന്നത്. ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉടൻ തന്നെ പുറത്തുവരും. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മമ്മൂട്ടിക്കൊപ്പം വിനായകൻ ലീഡ് റോളിലെത്തുന്ന കളങ്കാവലിന്റെ വിദേശ രാജ്യങ്ങളിലെ പ്രൊമോഷൻ വർക്കുകൾ മൂവി ടീം ആരംഭിച്ചു കഴിഞ്ഞു. ഈ വരുന്ന ജൂൺ മാസം 5 തീയതി കളങ്കാവൽ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. റിലീസ് തീയതിയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഒരു ടീസർ മുഖേന ഉടൻ തന്നെ പുറത്തുവരും. കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയ്ക്ക് ശേഷം റോബി വർഗീസ് അടുത്തതായി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബനെ നായകനാക്കി വീണ്ടും ഒരു പോലീസ് ചിത്രം ഒരുക്കാനുള്ള തീരുമാനത്തിലാണ് റോബി വർഗീസ്. സത്യത്തിൽ ഈ കഥ ആദ്യം പറഞ്ഞത് നമ്മുടെ മമ്മൂക്കയുടെ അടുത്തായിരുന്നു. അദ്ദേഹത്തിന് ഡേറ്റ് ഇല്ലാതെ വന്നതിനാലാണ് കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയിലേക്ക് വരുന്നത്. പ്രശസ്ത സംവിധായകൻ മാർട്ടിൻ പ്രക്കാട്ടാണ് ഈ സിനിമ നിർമ്മിക്കുക. തമിഴ് സൂപ്പർ താരം ശിവകാർത്തികേയന്റെ 2 സിനിമകളാണ് ഇനി പുറത്തു വരാനുള്ളത്. ഒന്ന് SK AR മുരുകദോസ് ചിത്രം മദ്രാസി. ഈ സിനിമയുടെ വർക്കുകളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഈ വരുന്ന സെപ്റ്റംബർ 5 തീയതി മദ്രാസി തിയേറ്ററുകളിലേക്ക് എത്തും. 2 SK സുധാകൊങ്കര മൂവി പരാശക്തി. പരാശക്തിയുടെ വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. 2026 ജനുവരി 9 തീയതി പൊങ്കൽ റിലീസിന് പരാശക്തി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഈ 2 സിനിമകളും പൂർത്തിയാക്കിയ ശിവകാർത്തികേയൻ അടുത്തതായി ജോയിൻ ചെയ്യുന്നത് വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാവും. സത്യജ്യോതി ഫിലിംസ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് മ്യൂസിക് ഒരുക്കുന്നത് യുവൻ ശങ്കർ രാജയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ ശിവകാർത്തികേയൻ വെങ്കട് പ്രഭു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കും. ജനഗണമന എന്ന സിനിമയിലെ ശ്രദ്ധേയനായ ഡിജോ ജോസ് ആന്റണിയുടെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രഖ്യാപനം ഇന്ന് നടക്കുകയുണ്ടായി. മാജിക് ഫ്രെയിംസിന് വേണ്ടി ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ നസ്ലിനാവും നായകനായിട്ടെത്തുക. അതേസമയം ഇപ്പോൾ ഡിജോ ജോസ് ആന്റണി ടൊവിനോ തോമസിനെ നായകനാക്കി തന്റെ ഡ്രീം പ്രോജക്റ്റായ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയുടെ വർക്കുകളിലാണ് ഉള്ളത്. പള്ളിച്ചട്ടമ്പി പൂർത്തീകരിച്ച ശേഷം മാത്രമാവും നസ്ലിൻ ചിത്രം ആരംഭിക്കുക. ജോജു ജോർജ് സംവിധായകനായും നായകനുമായി എത്തിയ പണി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ 2ാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നു. ഈ വിവരം ഇപ്പോൾ ജോജു ജോർജ് തന്നെയാണ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അറിയിച്ചിട്ടുള്ളത്. പണി 2 എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ സിനിമയുടെ വർക്കുകൾ ആരംഭിച്ചു എന്നാണ് ജോജുവിന്റെ സ്റ്റോറിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. പണി 2ന്റെ ചിത്രീകരണം ഈ വരുന്ന ഡിസംബർ മാസം ആരംഭിക്കും. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം നടത്തിവരുന്ന തുടരും എന്ന സിനിമയുടെ ആദ്യ 11 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. റിലീസിനെത്തി 11 ദിവസങ്ങൾ കൊണ്ട് തുടരും സിനിമ കേരളത്തിൽ നിന്നും മാത്രം 73 കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 172 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. സൂര്യയെ നായകനാക്കി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത റെട്രോ എന്ന ചിത്രം റിലീസിനെത്തി 5 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 4,30,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 92 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. തെലുങ്കിൽ നിന്നും നാനി നായകനായി തിയേറ്ററുകളിലേക്ക് എത്തിയ ഹിറ്റ് 3 എന്ന ചിത്രം റിലീസിനെത്തി 5 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 110 കോടി രൂപയോളം സ്വന്തമാക്കി കഴിഞ്ഞു. ചിത്രം ഇപ്പോൾ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. സുരേഷ് ഗോപിയെ നായകനാക്കി ഷിബിൻ ഫ്രാൻസിസിന്റെ തിരക്കഥയിൽ മാത്യു തോമസ് സംവിധാനം ചെയ്തു വരുന്ന ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ ദ്രുതഗതിയിൽ ഇപ്പോൾ നടന്നു വരികയാണ്. നിലവിൽ തൊടുപുഴയിൽ ചിത്രീകരണം നടന്നു
വരുന്ന ഒറ്റക്കൊമ്പന് ഇനി പാല, കൊച്ചി എന്നിവിടങ്ങളിലും ചിത്രീകരണം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. സുരേഷ് ഗോപിക്കൊപ്പം എസ് ജെ സൂര്യ, ബിജു മേനോൻ, വിജയരാഘവൻ, നമിത പ്രമോദ്, സിദ്ദിഖ്, ഇന്ദ്രജിത്ത് സുകുമാരൻ, മുകേഷ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒറ്റക്കൊമ്പൻ ഈ വരുന്ന ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. വിജയ് ദേവരക്കൊണ്ടയെ നായകനാക്കി ഗൗതം ടിന്നാനൂരി സംവിധാനം ചെയ്ത ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് കിങ്ഡം. ഈ വരുന്ന മെയ് 30 മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ റിലീസിനെത്താനിരിക്കുന്ന കിങ്ഡം എന്ന സിനിമയുടെ കേരള വിതരണാവകാശം ദുൽഖറിന്റെ വേഫെയർ ഫിലിം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്തു വരുന്ന ഒരു ആക്ഷൻ കോമഡി ത്രില്ലർ സിനിമയാണല്ലോ ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ചിത്രത്തിൽ ഒരു എക്സ്റ്റൻഡഡ് കാമിയോ റോളിൽ ലാലേട്ടൻ അഭിനയിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഈ വരുന്ന മെയ് മാസം 16 മുതൽ ലാലേട്ടൻ ബബ്ബയിൽ ജോയിൻ ചെയ്യുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല, ലാലേട്ടൻ ഈ ചിത്രത്തിൽ ഒരു ഗ്രേ ഷെയ്ഡ് കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗത്തിൽ അറിയുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.